എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 130-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. താസുജിഹ്വാ ഉപഹ്വയേ ഹോതാരാ ദൈവ്യാ കവി യജ്ഞം നോ യക്ഷദാമിമം. ഇതാണ് മന്ത്രം. അന്വയം: സുജിഹ്വൗ ഹോതാരാ ദൈവ്യാ കവി താ ന ഇമം യജ്ഞം യക്ഷദാം സുജിഹ്വൗ. സുജിഹ്വൗ എന്ന് പറയുന്നത് മനോഹരമായ ജ്വാലയോടുകൂടിയ എന്നർത്ഥം. ഹോതാര ഹോമനിഷ്പാദകന്മാർ, യാഗവേദിയിലെ കർമാനുഷ്ഠാതാക്കൾ എന്നർത്ഥം. ദൈവ്യ ദേവസംബന്ധമായിട്ടുള്ള, കവി ക്രാന്തദർശി, സംഗതികളും കാര്യങ്ങളും മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ളവരെയാണ് ക്രാന്തദർശിമാർ എന്ന് പറയുന്നത്. താ ദിവ്യഹോതാക്കൾ എന്നു പേരായ 2 അഗ്നിമൂർത്തികൾ ഇമം യജ്ഞം യക്ഷതാം, ഈ യജ്ഞത്തെ അനുഷ്ഠിക്കട്ടെ. അർത്ഥം: ശോഭനമായ ജ്വാലകളോടുകൂടിയതും ഹോമനിഷ്പാദകന്മാരും ദേവസംബന്ധികളും ക്രാന്തദർശികളും ദിവ്യഹോതാക്കൾ എന്ന നാമത്തോടുകൂടിയ 2 അഗ്നി സ്വരൂപങ്ങൾ ഞങ്ങളുടെ ഈ യജ്ഞത്തെ അനുഷ്ഠിച്ച് പൂർത്തീകരിച്ചു തരട്ടെ. അഗ്നിദേവന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ യജ്ഞം പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ. യാഗവേദിയിൽ ഈശ്വരസ്വരൂപങ്ങൾ ആഗതരായി യജ്ഞകർമാനുഷ്ഠാനം പൂർണ്ണമായി ഫലപ്രാപ്തിയിലെത്താൻ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അഗ്നിമൂർത്തികൾ നന്നായിട്ട് ജ്വലിച്ച് ഞങ്ങളുടെ യാഗകർമാനുഷ്ഠാനം പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിച്ചു തരട്ടെ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.